ഹായ് ഗായ്സ്, പത്തനംമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു അടിപൊളി എപ്പിസോഡ് അടുത്ത് തന്നെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ദേവയാനിയുടെയും അതുപോലെ തന്നെ ജയൻ്റെയും 25ാം വിവാഹ വാർഷികം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് നമുക്ക് തമിഴിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. 25ാം വിവാഹ വാർഷികത്തിനാണ് അബിയുടെ കുഞ്ഞ് അവിടെ വരുന്നത്. അവിടെ അബിയുടെ ആയിട്ടല്ല, അനിയുടെ കുഞ്ഞായിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അതേസമയം നമുക്ക് മലയാളത്തിൽ അങ്ങനെ 25ാം വിവാഹ വാർഷികമൊന്നും ആയിരിക്കുകയല്ല. നമ്മുടെ നവ്യയുടെ 7ാം മാസത്തിലെ ചടങ്ങിൻ്റെ ഇടയിലായിരിക്കും അനഘ കുഞ്ഞിനെയും കൊണ്ട് വരുന്നത്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. അനഘ കുഞ്ഞുമായിട്ട് അനന്തപുരിയിലെത്തുമ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും അതുപോലെ തന്നെ നമ്മുടെ ജലജ അനഘയോട് വേണ്ടാത്ത രീതിയിലൊക്കെ സംസാരിക്കുമ്പം അനഘ ജലജയുടെ കരണം നോക്കി ഒരു അടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ദേവയാനിയും നയനയും കൂടെ ഒതുക്കത്തിൽ അങ്ങ് ഷോപ്പിങ്ങിനൊക്കെ പോയി. അത് അനാമികയും അച്ഛനും അമ്മയൊക്കെ കണ്ടെങ്കിലും നൈസായിട്ട് ദേവയാനി അവിടുന്ന് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നയനയെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് രേവതിയും വേണുവും ഒക്കെ. അപ്പോൾ നയന പറഞ്ഞു നിൽക്കുന്നുണ്ട്, എനിക്കെന്താ തന്നെ ഷോപ്പിങ്ങിന് വന്നുകൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ദേവയാനി മറിഞ്ഞിരിക്കുകയാണ്. അനാമികയ്ക്കും അതുപോലെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഈ കാര്യം പിടികിട്ടുന്നുമില്ല. അങ്ങനെ വീട്ടിലെത്തുന്ന ദേവയാനിയും നയനയും കൂടെ പറയാണ്, ഇതുപോലെ നമുക്ക് ഇനിയും ഇടയ്ക്കൊക്കെ ഒന്ന് ഷോപ്പിങ്ങിന് പോകണം. നമ്മൾ രണ്ടുപേരും കൂടെ പോകുന്നത് ആരെങ്കിലും കണ്ടാൽ എന്താവും? അപ്പോൾ ദേവയാനി പറയാണ്, അങ്ങ് കാണുന്നെങ്കിൽ കാണട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അതേസമയം നയന് കുറേ സാരികളൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ നവ്യയുടെ 7ാം മാസ ചടങ്ങുകൾക്കായിട്ടുള്ള സാരി എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചിക്ക് വേണ്ടി ഞാൻ എടുത്ത സാരിയാണ് ഇതെങ്ങനെയുണ്ടെന്ന് ചേച്ചി നോക്കിക്കേ. അപ്പോൾ നവ്യയ്ക്ക് ആകപ്പാടെ വിഷമാവുക. നവ്യ പറയുന്നുണ്ട്, അതേ മോളെ, നീ എനിക്ക് സാരിയൊക്കെ എടുത്ത് തരുന്നുണ്ട്, പക്ഷേ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ അബിയാണ്. അവനോ അവൻ്റെ അമ്മയോ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. ഈ സമയത്ത് പോലും ഒരു ഡ്രസ്സ് വാങ്ങിത്തരുമോ? ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അതൊക്കെ മാറും ചേച്ചി, അബിയുടെ സ്വഭാവമൊക്കെ മാറും എന്ന് പറയുക. അപ്പോൾ ഉടനെ തന്നെ നവ്യ പറയുക, ഏയ് അവൻ്റെ സ്വഭാവം ഒന്നും മാറുമെന്ന് തോന്നുന്നില്ല. എന്തായാലും അവൻ്റെ സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇനിയും അവൻ പ്രശ്നങ്ങളിലേക്ക് തന്നെ പോവുള്ളൂ. അവനെ അങ്ങനെയാണ് വളർത്തി വലുതാക്കി വിട്ടിരിക്കുന്നതെന്നൊക്കെ പറയാണ് കേട്ടോ. അതിനുശേഷം നവ്യ ചെന്നിട്ട് അബിയോടും പറയുന്നുണ്ട്, നിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. എനിക്കിപ്പം 7ാം മാസമായി. 7ാം മാസത്തിലെ ചടങ്ങുകളൊക്കെ നടക്കാൻ പോവാണ്. എന്നിട്ട് നീ എനിക്കൊന്നും വാങ്ങിത്തരുമോ? എൻ്റെ കാര്യമൊന്നും ശ്രദ്ധിക്കുകയോ പോലും ചെയ്യുന്നില്ല. നീ അനന്തപുരിയിലെ രക്തമൊന്നും അല്ല, അതുകൊണ്ട് നീ ആ സ്വഭാവ ഗുണം കാണിക്കും എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നവ്യയ്ക്ക് പൊതുവെ നല്ല വിഷമമുണ്ട് കേട്ടോ. 7 മാസമായിട്ട് പോലും അഭിയും ജലജയും ഒന്നും തിരിഞ്ഞു നോക്കുകയോ ഒന്ന് സ്നേഹത്തോടെ പെരുമാറുകയോ ഒന്നും വാങ്ങിക്കൊടുക്കുകയോ ഒക്കെ ചെയ്യാത്തതിൻ്റെ നല്ലൊരു വിഷമത്തോടു കൂടി തന്നെയാണ് കേട്ടോ നവ്യ അവിടെ നിൽക്കുന്നത്. അങ്ങനെ അഭിയാണെങ്കിലോ ആകെ മൊത്തം ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. കാരണം അബിയുടെ ഒരു പഴയ കാമുകി അനഘ വിളിക്കുന്നുണ്ട്. അനഘ വിളിച്ചിട്ട് അബിയോട് പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ ഗൾഫിലാണ്, നിന്നെ ഞാൻ നേരത്തെ വിളിച്ചിരുന്നു, ഞാൻ ഗർഭിണിയാണെന്നുള്ള വിവരം നിന്നോട് പറഞ്ഞപ്പോൾ നീ അതിനെ അബോർട്ട് ചെയ്ത് കളയാനാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഈ നാട് വിട്ടു പോയതാണ്. ആ കുഞ്ഞിനെ കളയാൻ പറ്റില്ലാത്തതുകൊണ്ട് നാണക്കേട് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാട് വിട്ടത്. അങ്ങനെ ഞാൻ ദുബായിലേക്ക് പോയി. അവിടെ വെച്ച് ആ കുഞ്ഞിനെ പ്രസവിച്ചു. ഇപ്പോൾ കുറച്ച് വർഷങ്ങളുമായി, 4-5 വയസ്സൊക്കെ ആയിട്ടുണ്ട് കുട്ടിക്ക്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആ കുട്ടി അതിൻ്റെ അച്ഛനെ തിരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കുഞ്ഞ് എപ്പോഴും അതിൻ്റെ അച്ഛനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അത് നീയല്ലേ? ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്, നീ എന്നെ ഏറ്റെടുക്കണം എന്ന് പറയാണ്. അപ്പോൾ അബി ഞെട്ടിപ്പോവാണ് കേട്ടോ. കുഞ്ഞിനെയും അനഘയും ഏറ്റെടുക്കണം എന്ന് പറയുമ്പം അപ്പോൾ അബിയോട് ചോദിക്കുന്നുണ്ട്, നീ വേറെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പം അബി കഴിച്ചെന്നൊക്കെ പറയാൻ വരുമ്പം അനഘ തന്നെ പറയാണ്, അങ്ങനെ നീ കഴിച്ചില്ലേലും കഴിച്ചെന്നേ പറയുള്ളൂ, ഞങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നീ അങ്ങനെ പറയുള്ളൂ, നീ അങ്ങനെ ഒരു ദുഷ്ടനാണെന്നുള്ള കാര്യം എനിക്കറിയാം എന്നൊക്കെ അനഘ പറയാണ്. അങ്ങനെ അനഘ ഉടനെ തന്നെ നാട്ടിലെത്തുകയും കുഞ്ഞുമായിട്ട് വരികയും അബിയോട് സ്വീകരിക്കണമെന്ന് പറയുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് അബിക്ക് പിന്നെ ആകെപ്പാടെ ടെൻഷനാണ്. രാത്രിയിലാണെങ്കിൽ ഉറങ്ങാനേ പറ്റുന്നില്ല അബിക്ക്. അബി ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കുക, രാത്രിയിൽ എഴുന്നേറ്റ് നടക്കുകയും സ്വപ്നം കാണുകയും പേടിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ നവ്യ ചോദിക്കുന്നുണ്ട്, എന്താടാ, എന്താ പ്രശ്നം? നിനക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ, നിൻ്റെ പഴയ കാമുകിമാരാരെങ്കിലും ആണോ വിളിച്ചത്? അപ്പോൾ അബി പറയാണ്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിനക്ക് എന്താ അറിയേണ്ടത്? അപ്പം നവ്യ പറയാണ്, അല്ല, നിൻ്റെ ഈ വെപ്രാളവും ടെൻഷനും ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലും നീ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പാവം നവ്യയ്ക്ക് പേടിയുണ്ട് കേട്ടോ, അബി എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ അബി പറയാണ്, നീ മിണ്ടാതെ
കിടക്ക്, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പം നവ്യ പറയാണ്, എടാ എനിക്കിത് 7 മാസമായി, 7-ാം മാസത്തിൽ ചടങ്ങുകൾ അടുത്ത ദിവസം നടക്കാൻ പോകുന്നത്, എന്നിട്ടും നീ എന്നെ ഒന്ന് മൈൻഡ് ചെയ്യുകയോ നീ എന്നെ ഒന്ന് സ്നേഹിക്കുകയോ ചെയ്യുന്നില്ല. അതെനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇനി നീ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷമം കൂടി താങ്ങാൻ വയ്യ എനിക്ക് എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ഇനി ഈ ടെൻഷനൊക്കെ കൂടെ കയറിയിട്ട് നവ്യയ്ക്ക് എന്തെങ്കിലും ആവോ എന്നുള്ള കാര്യം പോലും നമുക്കറിയില്ല. കാരണം അനഘ കുഞ്ഞുമായിട്ട് വന്നു കഴിയുമ്പം ഈ BP എല്ലാം കൂടി നവ്യയ്ക്ക് അബോർഷനാവോ, നവ്യയുടെ കുഞ്ഞ് പോവോ, എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. നമുക്ക് നോക്കാം എന്താവുമെന്ന്. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക. അതിനുശേഷവും അനഘ അബിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഹലോ എടാ അബി, ഞാനിവിടെ നാട്ടിലെത്തിയിട്ടുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ കുഞ്ഞുമായിട്ട് എത്തുമെന്ന്? ഞാൻ കുഞ്ഞുമായിട്ട് എത്തിയിട്ടുണ്ട്, നീ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് വരണം എന്ന് പറയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, അതൊന്നും നടക്കില്ല അനഘേ, എനിക്കങ്ങനെ വരാനൊന്നും പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ അനഘ പറയുന്നുണ്ട്, അതെന്താ നിനക്ക് വരാൻ പറ്റാത്തത്? ശരി, ഇപ്പോൾ നിനക്ക് വരാൻ പറ്റില്ലെങ്കിൽ വേണ്ട, അടുത്ത ദിവസം തന്നെ നമുക്ക് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യണം, എന്നിട്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്ന് പറയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, അനഘ നീ ദയവ് ചെയ്തൊന്ന് ഒതുങ്ങ്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പം അനഘ പറയുന്നുണ്ട്, ഇനി നീ എന്താ സംസാരിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ കുഞ്ഞിനെ ഒഴിവാക്കാമെന്ന് നീ വിചാരിക്കേണ്ട. ഇനി അത് നിനക്ക് സാധിക്കില്ല. എൻ്റെ കുഞ്ഞ് അതിൻ്റെ അച്ഛൻ്റെ കൂടെ വളരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നേക്കാളേറെ അവൾക്ക് ആഗ്രഹം അവൾക്ക് അച്ഛൻ്റെ കൂടെ ജീവിക്കാനാണ്. അതുകൊണ്ട് തന്നെ നിൻ്റെ സാന്നിധ്യം അവൾക്ക് വേണം. ഞാനിനിയിപ്പോൾ ഇവിടെ ഇല്ല, ദുബായിലേക്ക് പോയാൽ തന്നെ നിൻ്റെ അടുത്താക്കിയിട്ട് ഞാൻ പോകും എന്ന് പറയുമ്പോൾ അബി ആകെ ഞെട്ടി വെപ്രാളം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിയർത്തിങ്ങനെ നടക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെയും അനഘ വിളിക്കുന്നുണ്ട്. അങ്ങനെ പല പ്രാവശ്യം അനഘ വിളിക്കുമ്പോഴും അബി അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം അടുത്ത ദിവസം തന്നെ നവ്യയുടെ 7-ാം മാസത്തിലെ ചടങ്ങുകൾ നടക്കുകയാണ്. അനന്തപുരിയിലാണെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യാണ് കേട്ടോ. മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ ചടങ്ങ് നടത്തണം. 5-ാം മാസ ചടങ്ങ് പോലെ അല്ല 7-ാം മാസ ചടങ്ങ്. കാരണം എന്താണെന്ന് വെച്ചാൽ 7-ാം മാസത്തിൽ നവ്യയെ പ്രസവത്തിനായിട്ട് കൂട്ടിക്കൊണ്ട് പോകും. നന്ദാവനത്തിലേക്ക് ഗോവിന്ദനും കനകയും വന്ന് നവ്യയെ കൂട്ടിക്കൊണ്ട് പോകും. പിന്നെ പ്രസവിച്ചതിന് ശേഷമല്ലേ തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഒരു നല്ല ചടങ്ങും ഒരു പ്രസവത്തിന് വേണ്ടി ചടങ്ങും അതുപോലെ തന്നെ ഒരു വളകാപ്പ് ചടങ്ങും ഒക്കെ നടത്തണം എന്ന് പറയാണ്. അപ്പം നയനയും പറയുന്നുണ്ട് ആദർശിനോട്, ആദർശേട്ടാ നവ്യേച്ചിയുടെ 7-ാം മാസ ചടങ്ങുകൾ നമുക്ക് ഗംഭീരമാക്കണം. നവ്യേച്ചിക്ക് നബിയുടെ കാര്യം ഓർത്തിട്ട് ഒരുപാട് വിഷമമുണ്ട്. അവനും അപ്പച്ചിയൊക്കെ നവ്യേച്ചിയെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് നന്നായിട്ട് തന്നെ നടത്തണം. അച്ഛനും അമ്മയൊക്കെ ഇങ്ങോട്ട് വരുമല്ലോ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോകാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ ഇതൊക്കെ അറിയുമ്പോൾ നമ്മുടെ അനാമികയ്ക്കും ഒക്കെ അങ്ങ് ദേഷ്യമാണ് കേട്ടോ. അനാമിക രേവതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അമ്മേ ഇവിടെ ഭയങ്കര ചടങ്ങുകളൊക്കെ നടത്താൻ പോവുകയാണ്. അവളുടെ 7-ാം മാസ ചടങ്ങുകൾ. 5-ാം മാസ ചടങ്ങുകൾ നടത്തിയപ്പോൾ തന്നെ അറിയാമല്ലോ എന്താ സംഭവിച്ചതെന്ന്. അന്ന് തന്നെയാണ് അവൾ എന്നെ കയറി അടിച്ചത്. ഇനിയിപ്പോൾ 7-ാം മാസ ചടങ്ങിന് എന്താവോ എന്തോ. അവൾ അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നിറവയറുമായിട്ടിരിക്കും. മുത്തശ്ശി ആദർശം നയനയൊക്കെ അങ്ങ് ഭയങ്കര ഗംഭീരമാക്കാൻ നോക്കിയിരിക്കുക ഈ ചടങ്ങ് എങ്ങനെയെങ്കിലും ഒന്ന് കുളവായാൽ മതിയായിരുന്നു. അവളുടെ അഹങ്കാരം കണ്ടിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക്. എന്തായാലും അപ്പച്ചിക്കും അബിക്കും അവളെ കണ്ണ് കീറി കാണരുത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട് എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അനാമിക അത് രേവതിയോട് വിളിച്ചും പറയുന്നുണ്ട്. അപ്പോൾ രേവതിയും പറയാ, ശരിയാ മോളെ, അവളുടെ ഒരു ഭാഗ്യം. എന്തായാലും ഇനിയിപ്പം 7 മാസം ആയില്ലേ, അവൾ പ്രസവത്തിനായിട്ട് കുറേ നാൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുമല്ലോ. നിനക്കിപ്പോൾ അവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ശല്യം അവളല്ലേ, അവളൊന്ന് ഒതുങ്ങുമല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ രേവതിയും. അങ്ങനെ ചടങ്ങുകളെല്ലാം ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ഗോവിന്ദൻ്റെ വീട്ടിലും ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ് കേട്ടോ കനകയും ഗോവിന്ദനും നന്ദുവും കൂടിയൊക്കെ സംസാരിക്കുന്നുണ്ട്. കനകയും ഗോവിന്ദനും കൂടെ പറയുകയാണ്, അതെ മോളെ കൂട്ടിക്കൊണ്ടുവരാൻ അടുത്ത ദിവസം പോകണ്ടേ എന്ന് പറയുക കനക. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, പിന്നെ പോകണ്ടേ, അവിടെ നിന്നാണെങ്കിൽ ആദർശൻ്റെ മുത്തശ്ശനും അതുപോലെ മുത്തശ്ശിയും വിളിച്ചിട്ടുണ്ട് ആയിരുന്നു ചടങ്ങിന്, നമ്മൾ ചെല്ലണം, കൂട്ടിക്കൊണ്ടുവരാൻ ചടങ്ങിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. നമ്മുടെ 2 മക്കളെയും ആ വീട്ടിലേക്കല്ലേ വിവാഹം കഴിച്ച് വിട്ടത്. നവ്യമോൾക്ക് ഇങ്ങനെയൊരു വിശേഷം ഉണ്ടായി, കൂട്ടിക്കൊണ്ടുവരാൻ പോവുക, നമ്മൾ 2 പേരും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആവാൻ പോവുമല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷം പങ്കുവയ്ക്കുക.
അപ്പോൾ കനക പറയുന്നുണ്ട്, കുറച്ചധികം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ 5-ാം മാസത്തിലും കുറച്ചധികം പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് മോളെ കാണാൻ പോയത്. ഇതിപ്പോൾ 7-ാം മാസമാണ്. ഒരുപാട് പലഹാരങ്ങളൊക്കെ ആയിട്ട് പോകണം. അതുപോലെ തന്നെ അവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോരണം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രസവമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ട് അവൾ പോയാൽ മതി. അതുവരെ അവൾ നമ്മുടെ കൂടെ നിൽക്കട്ടെ. കുറച്ച് നാൾ അവളെ സ്നേഹിച്ചും ഒക്കെ നമ്മുടെ കൂടെ തന്നെ നിൽക്കട്ടെ. അവിടെയാണെങ്കിൽ ആ അഭിയും അതുപോലെ ജലജയും അവളുടെ ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല. പാവ്യം നവ്യമോള് അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് കേട്ടോ അവിടെ എന്ന് കനക പറയാണ്. അപ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, അത് സാരില്ല, അങ്ങനെയാണേലും ഇനിയിപ്പോൾ ഒരു കുഞ്ഞൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ആ ജലജയുടെ സ്വഭാവത്തിനൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പം പിന്നെ പൊതുവെ ഇങ്ങനെ ഒരു സ്വഭാവമായിപ്പോയി, അതും നമ്മുടെ മോളെ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുമായിരിക്കും എന്നൊക്കെ പറയുക. അപ്പോൾ കനക പറയാണ്, എന്തായാലും നയനമോളുടെ കാര്യത്തിൽ എനിക്കിപ്പോൾ സന്തോഷമുണ്ടെന്ന് പറയാണ്. അവൾക്ക് അവിടെ ആദർശിൽ നിന്ന് ഒരു കുഴപ്പമില്ല. ആദർശ് അവളെ കൈവെള്ളയിലാണ് കൊണ്ട് നടക്കുന്നത്. പിന്നെ ആകപ്പാടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ദേവയാനിയുടെ ഭാഗത്തു നിന്നായിരുന്നു. ഇപ്പം ദേവയാനിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ദേവയാനിയും നമ്മുടെ മോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ നേരിക്കണ്ട് മനസ്സിലാക്കിയതാ ഗോവിന്ദേട്ടാന്ന് പറയാം. അപ്പോൾ ഗോവിന്ദനും പറയാം, ശരിയാണോ, ദേവയാനിക്ക് മാറ്റം വന്നെങ്കിൽ പിന്നെ നയനമോള് നല്ല സന്തോഷത്തിലായിരിക്കും. നവ്യമോളുടെ കാര്യത്തിലും കൂടെ ഒരു മാറ്റം ഉണ്ടായാൽ മതിയായിരിക്കും എന്നിങ്ങനെ പറയുകയൊക്കെയാണ്. അങ്ങനെ അവിടെ നന്ദാവനത്തിലും പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങിനും വളകാപ്പ് ചടങ്ങിനും ഒക്കെ ആയിട്ട് ഒരുങ്ങുവാണ് കേട്ടോ ഗോവിന്ദനും കനകയും നന്ദുവും ഒക്കെ. അപ്പം നന്ദുവിനോട് പറയുന്നുണ്ട്, നീയും കൂടി വരണം അങ്ങോട്ട് ചടങ്ങിനെന്ന് പറയുക. അപ്പം നന്ദു പറയുന്നുണ്ട്, ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയുക. അപ്പോൾ കനക പറയുന്നുണ്ട്, ശരിയാ, വേണ്ട, നന്ദുമോൻ വരണ്ട. വന്നു കഴിഞ്ഞാൽ ആ അനാമിക അവിടെയുണ്ട്, അനി അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അനാമികയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. അവൾ അതും ഇതുമൊക്കെ പറയും. വെറുതെ അനിയും അനാമികയും കൂടി അവിടെ വഴക്കുണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു നല്ല ചടങ്ങിനിടയിൽ വേണ്ട ഗോവിന്ദേട്ടാ എന്ന് പറയാണ് കനക. അങ്ങനെ എല്ലാ സംഭവങ്ങളും റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ രാവിലെ ആവുകയാണ്. രാവിലെ ആവുമ്പം തന്നെ നയന നവ്യയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയാണ്, ചേച്ചി ഇന്ന് 7-ാം മാസത്തിലെ വളകാപ്പ് ചടങ്ങൊക്കെയല്ലേ, ചേച്ചി നല്ല സുന്ദരിയായിട്ട് തന്നെ ഒരുങ്ങണം. അല്ലെങ്കിലും ചേച്ചി സുന്ദരി തന്നെയാണ്, എന്നാലും ഈ സാരിയൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി വാ. വളകാപ്പ് ചടങ്ങും അതിന് ശേഷം കൂട്ടിക്കൊണ്ടു പോകലും ഒക്കെ അല്ലേ എന്നൊക്കെ പറയാണ്. അപ്പോഴും നവ്യയുടെ മുഖത്തൊരു വിഷമാണ് കേട്ടോ. നവ്യ പറയുന്നുണ്ട്, നീ ഇത്ര സ്നേഹത്തോടെ വന്ന് എന്നെ വിളിച്ചില്ലേ, പക്ഷേ എൻ്റെ അമ്മായിയമ്മയും ഭർത്താവും ഒന്നും ഇക്കാര്യം എന്നോട് മിണ്ടുന്നു പോലുമില്ല. എനിക്ക് വേണ്ടി ഇങ്ങനൊരു ചടങ്ങ് നടത്തുന്ന പോലും അവർക്ക് ഇഷ്ടമില്ല. അബിയാണെങ്കിൽ ഇപ്പം വാലിന് തീ പിടിച്ച പോലെ എന്തൊക്കെയോ തലയെ കയറ്റിക്കൊണ്ട് നടക്കുക, ആകെപ്പാടെ വെപ്രാളപ്പെട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ചേച്ചി ഇപ്പോൾ ഒരുങ്ങ് എന്ന് പറഞ്ഞ് സാരിയൊക്കെ കൊടുക്കുക. അങ്ങനെ സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് നവ്യ ഒരുങ്ങി വരികയാണ്. അപ്പോഴേക്കും നയന ചെന്നിട്ട് പറയാണ്, ആഹാ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് നമ്മയുടെ വയറിലൊക്കെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ആഹാ ഇന്ന് 7-ാം മാസം ചടങ്ങായി, എന്ത് പെട്ടെന്നല്ലേ സമയമൊക്കെ പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നവ്യയെ അണിയിച്ചൊരുക്കി കൊണ്ടുവരികയാണ്. അതേസമയം അഭി അവിടെ ടെൻഷൻ അടിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോൾ നവ്യ ചെന്നിട്ട് അഭിയോട് ചോദിക്കുന്നുണ്ട്, ഈ ചടങ്ങിന് നീയും വേണ്ടേ? അന്ന് 5-ാം മാസ ചടങ്ങിന് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പലഹാരങ്ങളൊക്കെ കഴിച്ചതുപോലെ ഈ ചടങ്ങിനും നീ എൻ്റെ അടുത്ത് വേണ്ടേ? വളകാപ്പ് ചടങ്ങിന് വളയിട്ട് തരാനൊക്കെ നീ വേണ്ടേ എന്ന് ചോദിക്കുമ്പം അഭി ഏതോ ഒരു സ്വപ്ന ലോകത്തുനിന്ന് വരുന്ന പോലെ ഇങ്ങനെ പറയാണ്, എന്താ നീ ഇപ്പോൾ പറഞ്ഞത്? അപ്പോൾ പറയാ, നീ ഒരുങ്ങുന്നൊന്നുമില്ലേ? അറ്റ്ലീസ്റ്റ് ഒന്ന് കുളിച്ച് ഡ്രസ്സെങ്കിലും മാറാബി, ഇപ്പോൾ ആളുകളൊക്കെ വരും. അപ്പോഴേക്കും നീ എന്താ ഈ വേഷത്തിൽ ഇങ്ങനെ ഇരിക്കാതെ നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? അപ്പോൾ അബി പറയാണ്, ശരിയാ ഞാൻ ഒരുങ്ങാം, ഞാൻ പെട്ടെന്ന് തന്നെ ഒരുങ്ങാം എന്ന് പറയാണ്. അങ്ങനെ അബിയും പോയിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് വരികയാണ് കേട്ടോ. ജലജയ്ക്കാണെങ്കിലും മേക്കപ്പിനൊന്നും കുറവില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ചടങ്ങ് നടക്കല്ലേ, അല്ലേ തന്നെ ചുമ്മാ നടക്കുമ്പോൾ പോലും ജലജ അണിഞ്ഞൊരുങ്ങിയാണ് നടക്കുന്നത്. അങ്ങനെ എല്ലാവരും നല്ല റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചടങ്ങുകളും വിശേഷങ്ങളും അതിൻ്റെ പൂജകളും ഒക്കെ നടക്കാൻ പോവാണ്. അപ്പോഴാണ് ഗോവിന്ദനും കനകയും ഒക്കെ വരുന്നത്. ഗോവിന്ദനും കനകയും വരുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്, വാ നവ്യമോളുടെ അച്ഛനും അമ്മയും വാ, നിങ്ങളല്ലേ കൂട്ടിക്കൊണ്ട് പോകേണ്ടത്. ഈ ചടങ്ങുകളിൽ ഏറ്റവും പ്രാധാന്യം നിങ്ങൾക്ക് തന്നെയാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് അനന്തപുരിയിലെ ഒരു കൊച്ചുമോൻ വരികയാണ്. അനന്തരാവകാശിയായിട്ട് ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങല്ലേ ഇത് എന്നൊക്കെ പറയാം.
അപ്പം നമ്മുടെ ജലജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ജലജ ചെന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട്, ഒരു ചടങ്ങ് ഇങ്ങനൊരു നാശം പിടിച്ചത് ഇവക്ക് തന്നെ ആദ്യം അത് സാധിച്ചെടുക്കാൻ പറ്റിയല്ലോ. അപ്പം അനാമികയും പറയാണ്, അതെ, ഇവളുമാരുടെ ഒന്നും ഭാഗ്യം പറയണ്ട. ഈ ചടങ്ങൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ നിന്നിട്ട് എനിക്കങ്ങ് കാലി തൊട്ട് തരിച്ച് കയറുന്നുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ആകെ മൊത്തം ദേഷ്യത്തില്ല അവരിങ്ങനെ നിൽക്കുകയാണ്. അതേസമയം ആദർശം നയനയൊക്കെ സംഗതി കൊഴുപ്പിക്കുകയാണ്. അനിയും ഭയങ്കര സന്തോഷത്തില്ല. അങ്ങനെ നവ്യയും അഭിയും ഒക്കെ ഇരുത്തിയിട്ട് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഗോവിന്ദനും കനകയും എല്ലാവരും. അങ്ങനെ പൂജകളൊക്കെ നടക്കുകയും വളകാപ്പ് ചടങ്ങിനായിട്ട് കയ്യിൽ വളയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാണ്. എല്ലാവരും കുപ്പിവളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നവ്യയുടെ കയ്യിൽ. അങ്ങനെ നവ്യ ഭയങ്കര ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. എന്നാൽ അഭിക്ക് ആകെ മൊത്തം ടെൻഷനാണ്. അനഘയും കുഞ്ഞും വന്നിട്ടുണ്ട്. ഇനി അവരെങ്ങാനും ഇങ്ങോട്ട് കയറി വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ആലോചിച്ച് അഭി ആകെപ്പാടെ വെപ്രാളപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ചടങ്ങുകളൊക്കെ ഒരുവിധം കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ട് എത്തുകയാണ് കേട്ടോ അനഘയും കുട്ടിയും കൂടെ. അനഘ കുട്ടിയുമായിട്ട് ചടങ്ങ് നടക്കുന്നിടത്തേക്ക് കയറി വരികയാണ്. കയറി വരുമ്പോഴേക്കും അനഘയ്ക്ക് തന്നെ എന്തോ ഒരു പന്തികേട് തോന്നുകയാണ്. ഇവിടെ എന്താ ഈ ചടങ്ങ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് നവ്യയും നവ്യയുടെ അടുത്ത് അഭിയും ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ അനഘ ഞെട്ടിപ്പോവാണ്. നവ്യ ഗർഭിണിയാണ്. ഇവൻ വിവാഹം കഴിച്ചോ? ഇവന് ഭാര്യയുണ്ടോ? ഇവൻ ഈ വിവരം പോലും അറിയിച്ചില്ലല്ലോ. എന്നിൽ ഒരു കുഞ്ഞുണ്ടെന്നുള്ള വിവരം ഇവളെ അറിയിച്ചിട്ടാണോ ഇവൻ വിവാഹം കഴിച്ചത്? ഇവൻ ആ പെൺകുട്ടിയെ ചതിച്ചത് തന്നെയായിരിക്കും. ഇപ്പം ഇനി ഞാൻ എന്താ ചെയ്യുക? ഞാൻ കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് ഇനി വെറും കൈയോടെ തിരിച്ചു പോകാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞിന് അച്ഛനെ വേണം. അതിൻ്റെ അവകാശം ഇവിടെയാണ്, ഈ വീട്ടിലാണ്. അതുകൊണ്ട് എന്നെ ഏറ്റെടുത്തില്ലെങ്കിലും ഇവൻ ഈ കുഞ്ഞിനെ ഏറ്റെടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ അനഘ കയറി വരികയാണ്. അപ്പം അനഘയെ കാണുമ്പം അഭി ആകപ്പാടെ ഞെട്ടിത്തരിച്ച് ബോധം പോകുന്ന അവസ്ഥയാകാണ്. അപ്പം ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ, ആരാ ഇത്? എന്താ ഈ ചടങ്ങിൻ്റെ ഇടയിൽ കയറി വന്നത് മനസ്സിലായില്ലല്ലോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, എനിക്കിവിടെ കയറി വരാനുള്ള അവകാശമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കയറി വന്നത്. എനിക്ക് ആരുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് അനഘ പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മുത്തശ്ശനോട് ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ വീട്ടിൽ ഒരു ചടങ്ങിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് ഇതെന്താ നിങ്ങളിങ്ങനെ എന്ന് ചോദിക്കുമ്പം അനഘ പറയാണ്, അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് കുറച്ച് പറയാനുണ്ട്. എവിടെ അഭി എന്ന് പറയുമ്പോൾ അഭി ഇങ്ങനെ പമ്മി നിൽക്കുകയാണ് കേട്ടോ. ഇവനൊരു ഫ്രോഡാണ്. ഇവൻ്റെ ഭാര്യയുടെ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. പ്രസവത്തിന് വെടിയിൽ ചടങ്ങ്. നിൻ്റെ ഭാര്യ പ്രസവത്തിനൊക്കെ വിടുന്നുണ്ടല്ലേ? അപ്പം എന്നെയൊന്നും നീ കണ്ട ഭാവമില്ലല്ലേ അഭി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട്, നീ ഏതാ? അപ്പം നീ ഏതാന്ന് നിനക്ക് ചോദിക്കാം. ഈ കുഞ്ഞിനെ നീ കണ്ടോ? ഈ കുഞ്ഞിനെ നിൻ്റെ മുഖം ഇതുവരെ നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഒന്ന് കണ്ടോ, ഇത് നിൻ്റെ കുഞ്ഞാ എന്ന് പറയാണ്. അപ്പോൾ അഭി പറയാണ്, എനിക്കെങ്ങും അറിയില്ല നിന്നെ എന്ന് പറയാണ്. നീ ഇതിൻ്റെ അപ്പുറവും പറയുമെന്ന് എനിക്കറിയാമായിരുന്നടാ അഭി. അതുകൊണ്ടല്ലേ ഇത്രയും നാളും ഞാൻ നാട്ടിലോട്ട് പോലും വരാതെ നിന്നത് എന്ന് പറയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ജലജ ചോദിക്കുക, എന്താടാ അഭി കേൾക്കുന്നത്? ഇവള് പറയുന്നതൊക്കെ സത്യമാണോടാ? അപ്പോൾ അഭി പറയാ, അല്ലമ്മേ, ഇവള് വെറുതെ നോണ, എന്തോ പണം തട്ടാനോ മറ്റോ ആയിരിക്കും. അതല്ലേ ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നപ്പം ആ സമയത്ത് തന്നെ ഇവിടെ വന്ന് കയറിയത്. അപ്പോഴേക്കും അനഘയ്ക്ക് അങ്ങ് ദേഷ്യം വരാണ്. അനഘ ചെന്നിട്ട് അബിയുടെ കുത്തിന് പിടിക്കുക. എന്താടാ നീ പറഞ്ഞത്? ഈ ചടങ്ങ് നടന്നപ്പം നിന്റെ പണം തട്ടാൻ ഞാൻ വന്നതാണെന്നോ? ഇത്രയും നാൾ നിന്റെ ഒരു ചില്ലി കാശിന് ഞാൻ വന്നോടാ? എടാ ദുഷ്ട, പറഞ്ഞു പറ്റിച്ചവനല്ലേടാ നീ. ഇനി നിന്നെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലടാ എന്നൊക്കെ പറഞ്ഞ് അനഘ കുത്തിന് കയറി പിടിക്കുകയാണ് അബിയുടെ. അപ്പോൾ ജലജ അങ്ങോട്ട് ചീറ്റി വീഴുക. വീണിട്ട് അനഘയെ പിടിച്ചു മാറ്റിയിട്ട് ചോദിക്കുക, എന്താടി ഇത്? നീ എന്താ പറയുന്നത്? അബിയുടെ കുഞ്ഞാണെന്നോ ഇതോ? എന്നിട്ട് ഇപ്പം എന്താണ്, പൊട്ടിമുളച്ചതാണോ? ഒരു കൊച്ചിനെയും കൊണ്ട് അവൾ വന്നിരിക്കുന്നു. ഇത്രയും നാൾ നീ പറഞ്ഞോ അബിയുടെ കുഞ്ഞാണെന്ന്? ഇപ്പം ഈ ചടങ്ങിൻ്റെ ഇടയിൽ വന്ന് ഈ കുടുംബത്തുള്ളവരെ നാണം കെടുത്താനല്ലേടി നീ വന്നത്? എടി ഇറങ്ങടി, നിന്നെപ്പോലെ നാണം കെട്ടവളുമാർക്ക് വന്ന് കയറാനുള്ള സ്ഥലമല്ല. നീ തന്നെ ആദ്യം പോയി നോക്കടി നിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന്, എന്നിട്ട് പറയടി എൻ്റെ മോനെ എന്നൊക്കെ ജലജ പറയുക. അപ്പം ഇത് കേൾക്കുമ്പോൾ അനക്ക് ഒറ്റയടി കൊടുക്കുകയാണ് ജലജയുടെ കരണക്കുറ്റി നോക്കിയിട്ട്. എന്നിട്ട് പറയാണ്, എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെ മോനല്ലേ ഇവൻ? നിങ്ങളല്ലേ ഇവനെ വളർത്തി വഷളാക്കിയത്? ഇവൻ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചു? ഇവൻ നശിപ്പിച്ചവരിൽ ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതം ഇവൻ നശിപ്പിച്ചു. എന്നിട്ട് വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് അതിനെ നശിപ്പിച്ച് കളയാനാ. അതുകൊണ്ട് ഞാൻ ജീവനും കൊണ്ട് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വിദേശത്തേക്ക് പോവുമായിരുന്നു. ഇപ്പം പക്ഷേ എൻ്റെ കുഞ്ഞിന് അറിവായി, അത് അതിൻ്റെ അച്ഛനെ തിരക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവൻ തന്നെ എൻ്റെ കുഞ്ഞിനെ നോക്കണം, എൻ്റെ കുഞ്ഞിനെ ഇവൻ ഏറ്റെടുക്കണം. അത് ഞാൻ ഇവനോട് വിളിച്ച് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇവൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ പോലെ ഈ ഫ്രോഡ് പറഞ്ഞില്ല ഇവൻ്റെ വിവാഹം കഴിഞ്ഞെന്നോ ഭാര്യ ഗർഭിണിയാണെന്നോ ഉള്ള കാര്യം. എന്തായാലും ഞാൻ ഈ കുഞ്ഞിനെ ഇവിടെ ആക്കിയിട്ടേ പോവുള്ളൂ.
ഞാൻ ഇവൻ്റെ കൂടെ ജീവിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോയാലും ഈ കുഞ്ഞ് ഇവിടെ തന്നെ വളരും എന്ന് പറയാണ് അനഘ. അപ്പോൾ ആദർശ് പറയാണ്, നിങ്ങൾ എന്താ ഈ പറയുന്നത്? പെട്ടെന്നൊരു നിമിഷം വന്ന് കയറിയിട്ട് ഇങ്ങനെ ഇത് അബിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവനോട് പറ DNA ടെസ്റ്റ് നടത്താൻ. അതുവരെ എൻ്റെ കുഞ്ഞ് ഇവിടെ നിൽക്കട്ടെ. ഒരു സംശയവും വേണ്ട. ഇവനെപ്പോലെ ഒരു മഹാഭാവി ഫ്രോഡ് ഇതിൻ്റെ അപ്പുറവും ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഞാനിപ്പോൾ പറയാണ്, എൻ്റെ കുഞ്ഞ് ഇവൻ്റെ കുഞ്ഞാ, അതുകൊണ്ട് ഈ കുഞ്ഞ് ഇവിടെ തന്നെ വളരും. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് നോക്കാം എന്ന് പറയാണ് അനഘ. അബി ആകെ ഞെട്ടി നിൽക്കുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അബി ഇതൊക്കെ സത്യമാണോ? അപ്പോൾ അബി അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുക. ഉടനെ നവ്യയ്ക്ക് ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത ടെൻഷൻ ആവുകയാണ് കേട്ടോ. കാരണം എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ചടങ്ങിൻ്റെ ഇടയിൽ പെട്ടെന്ന് നവ്യ ആകെപ്പാടെ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് അബിയോട്, അബി ഇതൊക്കെ സത്യമാണോ? നീ ഇതൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം. നീ ഒരു ഫ്രോഡാണ്. നീ ഒരുപാട് പെൺകുട്ടികളെ പറ്റിച്ചിട്ടുള്ളതാണ്. ഈ അവസ്ഥയിലും എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കണമായിരുന്നോ അബി എന്നൊക്കെ ചോദിച്ച് നവ്യ അങ്ങ് പൊട്ടിക്കരയുക കേട്ടോ. അങ്ങനെ പൊട്ടിക്കരയുന്നതിൻ്റെ ഇടയിൽ നവ്യ അങ്ങ് തല കറങ്ങി വീഴുന്നൊക്കെ ഉണ്ട്. ആകെപ്പാടെ എല്ലാവരും നവ്യയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. നവ്യെ എന്നൊക്കെ വിളിച്ച് എണീപ്പിച്ച് കൊണ്ടുപോയി ബെഡിലൊക്കെ കിടത്തി വെള്ളമൊക്കെ തളിച്ച് അവിടെ കിടക്കുന്നുണ്ട്. നവ്യാണെ ആകെ വയ്യാത്ത അവസ്ഥയിലായി പോവാണ് പാവം. ആ സമയത്താണെങ്കിൽ അബി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഇവർ പറഞ്ഞത് സത്യമാണോ അബി എന്ന് ചോദിക്കുക. അപ്പോൾ അനഘ പറയുന്നുണ്ട്, ഇതൊക്കെ സത്യം തന്നെയാണ്. ഇനി തെളിയിക്കണമെങ്കിൽ നിങ്ങൾ തെളിയിച്ചോ. ഈ കുഞ്ഞിവിടെ ഇവൻ്റെ കുഞ്ഞായിട്ട് വളരും. ഞാൻ എന്തായാലും എൻ്റെ കാര്യത്തിനായിട്ട് പോവാണ്. എൻ്റെ കുഞ്ഞ് ഇവിടെ വളരും. ഇനി ഇവന് സംശയം ഉണ്ടെങ്കിൽ ഇവൻ കേസ് കൊടുക്കട്ടെ, DNA ടെസ്റ്റിന് തയ്യാറാകട്ടെ. അതുവരെ എൻ്റെ മോള് ഇവിടെ വളരും എന്ന് പറഞ്ഞിട്ട് അനഘ പോവാണ് കേട്ടോ. അങ്ങനെ ആ കുട്ടിയെ അനന്തപുരിയിലാക്കിയിട്ട് പോവാണ് അനഘ. അബിയുടെ കുഞ്ഞാണത് എന്നും എല്ലാവരും മനസ്സിലാക്കുക. പക്ഷെ അബി അത് അംഗീകരിക്കുന്നില്ല. ജലജയാണ് ആ കുഞ്ഞിനോട് കുശുമ്പ് കുത്തുകയും ചെയ്യാണ്. അനാമികയ്ക്കാണ് ചെറിയ ചെറിയ പണികൾ ഈ കുട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല രസമുള്ള അടിപൊളി എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്